ഇതിനാണ് ഇതിനകത്ത് പാവക്കുട്ടിയെ വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങോട്ടേ നോക്കി അമ്മ എന്തോ പറയുന്നുണ്ട്. പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് ആൻഡ് മ്യൂസിയം. നമ്മള് മനോഹരമായിട്ടുള്ള അതെ ഇവിടെ വെച്ചിട്ടാണ് വെടിയേറ്റ് മരിച്ചതെന്നാണ് മരിച്ച സ്ഥലം. അപ്പൊ നമുക്ക് പണ്ട് വന്നിട്ടുണ്ട്. വന്നപ്പോ ഇങ്ങനല്ല, എന്ത് പറമ്പ് ചുമ്മാ ഇങ്ങനെ പാർക്കാക്കി. അതെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ വിളിച്ചു എണീപ്പിക്കുന്ന അച്ചാന്ന് വിളിച്ചിട്ടാണ് കേട്ടോ. അതെ ആമിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പേഴ്സണൽ ഗൈഡ് ഇതാണ് കേട്ടോ, നമ്മുടെ ഗൈഡ് അല്ലു ഗൈഡ്. എടി ഊഞ്ഞാലൊക്കെ ഉണ്ടടി. വെല്ലുമച്ചിക്ക് കാല് വയ്യാതിരിക്കുന്നോണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അതൊരു വിഷമമാണ് കേട്ടോ. കൊണ്ടുവരുന്നത് എല്ലാം കൊണ്ട് കാണിക്കും. അതെ എല്ലായിടത്തും ഓടി നടന്നോണ്ടിരുന്നു. ഹലോ മോട്ടത്തല ഈ തൊപ്പി വെച്ചോ. ഏച്ചുവേട്ടിനെ അടിക്കാം. വെച്ചോ തല വെച്ചോ. ആ വേണ്ടെങ്കിൽ ഇച്ചിരി വെച്ചോ. അല്ല ഇത് അതേലൊക്കെ കേറേണ്ട തൊപ്പി വേണോന്ന്. വേണ്ട വേണ്ട. ഇവിടുത്തെ മുട്ടമേടം കണ്ടോ. മുട്ടമേടം താഴെ പോവാ. മുട്ടമേടത്തിന് അതൊക്കെ വലിഞ്ഞു കയറും. മുട്ടമ ഇവിടെ പിടിക്കും. മുട്ടമ ഒരു കൈ ഇവിടെ പിടിക്കും. ഇതിനകത്ത് പാവക്കുട്ടിയെ വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത് നോക്കി ആമി. ഇത് നല്ല രസമുണ്ട് കേട്ടോ, പൂക്കളൊക്കെ നിക്കുന്നതാണ്. നോക്കി എന്ത് രസമാന്ന് നോക്കി അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതേ കയറാൻ പറ്റിയല്ല. അച്ഛന്ന് കയറിക്ക് അങ്ങോട്ട് അങ്ങ് വരാത്തേക്ക്. ആ പോട്ടെ പോട്ടെ പോട്ടെ. തുണിക്കിടക്കാടാ. അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ചു പോകും. അയ്യാവോ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഭംഗിയില്ലേ. ജമന്തി ചെയ്തോ. അതെ അതാ അവള് ജമന്തി പറയുന്ന. അമ്മ കണ്ടോ ഓറഞ്ച് അതല്ലേ. ആണോ അതല്ലേ നമ്മുടെ ജമന്തി. നിങ്ങളുടെ ജമന്തി ഞങ്ങളുടെ ഇതാണ് ചന്ദ്രനെ കാണിക്കുന്ന. ആണോ അതുകൊണ്ട് ഊഞ്ഞാലാണോ ഫ്രീ ഉണ്ട്. അത് കഴിഞ്ഞാലല്ലേ കിട്ടത്തില്ല.
ആട്ടി അങ്ങനെ തെറുപ്പിച്ചു വിടണം. ആരെന്നെ ഈ വലിയ കുഞ്ഞാല് തന്നെ ഇവിടെയാണ്. എടാ മുട്ടക്കുട്ട ഊഞ്ഞാലാണ് മുട്ടക്കിട്ട ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഇത് പിടിക്കുന്നു. ഞാൻ ആണ്ട ചുരാണ്ട് അവിടെ പോയി ആടുന്നു മോനെ. നോക്കി നേരത്തെ മറ്റേ ഇത് വിടുവാന്ന് നോട്ട് ഇങ്ങനെ മറ്റേ എന്നാച്ചാ അതിന് പറഞ്ഞ അങ്ങനെ ആട്ടി വിടത്തില്ല കുഞ്ഞാൻകുട്ടി എന്നെ നാടി അങ്ങനെ വിടാവും. അപ്പസാട്ടും ചിലപ്പോ ആയം കൊടുക്കും. പണ്ട് ഓണത്തിനൊക്കെ ഊഞ്ഞാലിൽ കയറിയ എന്റെ ഓർമ്മകളേ ഉള്ളു കേട്ടോ. മറ്റേ ഇത് ഫോറസ്റ്റ് നടുവില്ല കേട്ടോ. സന്ധ്യ കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റൂ കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. അത് പശു ഒറിജിനലാണോ? ഇത് പിടിച്ച് ഞാൻ ഒന്ന് ആടിക്കോട്ടെ. എനിക്ക് ഇവിടെ ആടിയാൽ മതി. അങ്ങോട്ട് എങ്ങനെ അടി ആടുന്നു? ഞാൻ അങ്ങോട്ട് പോയി തിരിഞ്ഞിരിക്കേ അങ്ങ് തെറിപ്പിച്ച് വിടല്ലേ. മാറിക്കുമ നല്ല ഇതുണ്ട്. അപ്പൊ ആമി പുറകെ പോണ്ടേ കാലുകൊണ്ട് ഇരിച്ചല്ലേ. ആമി മാറിക്ക്. അയ്യോ ആമി വരാൻ തുടങ്ങി. ആമിക്ക് ആട്ടണോ ഒന്ന്? ആ ആമിയായിട്ട് തൊട്. ആമിയായിട്ട് ആമിയെ തൊട്. അയ്യോ ഇവിടെ അങ്ങ് വിടച്ചേ. അച്ഛക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴും മാറ്റി വിടാൻ പറ്റുന്നില്ല. തിരിച്ചു വരുവോ? ചാടി ഒന്നും ഇറങ്ങിയല്ലോട്ട് മുട്ടടിച്ച് കിടക്കും. മരം എല്ലാം കൂടെ അപ്പൂസേ മരം എല്ലാം കൂടെ ആടി ഒലയുന്നുണ്ട്. മതി നോക്കി അമ്മ എന്തോ പറയുന്നുണ്ട്. ആ ഇറങ്ങട്ടെ. ആ ചെറിയൊരു കുഞ്ഞരി നല്ല വീഴല്ലേ രണ്ടും കൂടെ. ഞാൻ ഇതിലില്ല. ഇച്ചിരി പൊക്കത്തില്ല. തെറിച്ച് വന്നോടെ തോന്നുന്നുണ്ട്. നല്ല നാടൻ നെല്ലിക്ക കേട്ടോ. നിറച്ചും കിടപ്പുണ്ട് ഇതെല്ലാം. അപ്പോൾ നമുക്ക് പഴശ്ശിരാജ തമ്പുരാനെ കാണാൻ പോകാട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഫോട്ടോസ് ഉഷു ക്യാമറ എടുത്തിട്ട് വന്നാൽ മതി. നല്ല ഫോട്ടോസ് എടുക്കാൻ മതി. ആ ഉണ്ടല്ലേ. ഉണ്ട്. ഇത് തന്നെ ക്രിസ്മസ് പൂപ്പനാ. അത് വെച്ചു നല്ല രസമുണ്ടായിരുന്നു. ഓ അടിപൊളി അല്ലേ. പരടി തീര അതാ കാണിക്കണ്ട. അടിപൊളി. അവിടെ നിന്നാണ് എഴുതിയത് സ്റ്റാർട്ടിങ്. ഇത് ഒറ്റയ്ക്ക് നിൽക്കുവാണോ? ഇങ്ങ് വാ. അയ്യോ ഓ ഇത് കണ്ടില്ല ഞാൻ കേട്ടോ. അതാണ്ടെ നല്ല രസമുണ്ട് ഇത്. ആ ചെടിയാ
കെട്ടിത്തൂക്കിട്ടിരിക്കുന്നല്ലേ വീട് വെക്കുമ്പോ ഈ സാധനം വേണം നമുക്ക്. വിജയിച്ചേട്ടൻ മറ്റേ ആ റോസ് പൂ ഇങ്ങനെയല്ലേ ഇട്ടേ? അതെ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കാർപ്പൂച്ച നമുക്ക് ഇങ്ങനെ ആക്കണം. അതെ, അത് ആ ഒരു വെട്ടവിടെ കയറി വന്നിട്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് താഴോട്ടല്ല. എന്ത് രസമാന്ന് നോക്കി. ആ ആ ഓഹോ ആണോ? ആണല്ലേ? ഓ, ഇതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി ബാക്ക്ഗ്രൗണ്ടാ. ആണല്ലേ? ആ, നല്ല രസമുണ്ട്. ആ ക്യാമറ എടുക്കാം. സിമെന്റിൽ പണിതേക്കുന്നല്ലേ, നല്ല ഭംഗിയുണ്ട്. വേണ്ടേ അക്ഷരായ സിനിമ കാണുന്നല്ലേ ഉണ്ടല്ലേ? ആ ചെറുക്കൻ പറഞ്ഞപ്പോ ഞാനടുത്ത് കളിയാക്കിയായിരിക്കും. അതുപോലെ വാവ്, ഇത് രസമാ. ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരണോ? അല്ലല്ലോ, നമ്മള് തിരിഞ്ഞു പോയല്ലേ ഇറങ്ങി വന്നേ. ഓഹോ, നമ്മള് ആദ്യം അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരണേ. വാ, ആണോ? ഇല്ല, കടിക്കാതെ. ആണോ? ഓഹോ, അപ്പൊ ചെയ്യണ്ടേ. വാവ്, അങ്ങനെ നമ്മള് പഴശ്ശിരാജ സ്റ്റാച്യു, പഴശ്ശിരാജാവിന്റെ പ്രതിമയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെരുപ്പ് ഇവിടെ ഊരിയിടണം കയറണമെങ്കിൽ കേട്ടോ. അതെ. ഓ, എന്ത് രസമാണ് നോക്കി. അതിന് മേളി കറക്റ്റ് വേണ്ട ചന്ദ്രൻ വന്നിരിക്കുന്നു. എടിയൊന്ന് നോക്കിയടി വിൻജൂസേ, ചന്ദ്രൻ അതിന് മേളി വന്നിരിക്കുന്നു. എന്ത് രസമാണ് നോക്കിയേ. എന്തോ? ആ, നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കേട്ടോ. ഇവിടെയാ കേരള സിംഹം. കേരള സിംഹത്തിനെ ഇവിടെ വെച്ചാണ് പഴശ്ശിരാജാവ് വെടിവെച്ച് ഇട്ട സ്പോട്ട്. ഫോറസ്റ്റ് ആണ്, ലൈനൊക്കെ കിടക്കുന്നത്. അത് കറണ്ട് ആന വരാതിരിക്കാനുള്ള ലൈനല്ലേ? ഓഹോ ഹോ, എന്ത് കിളിയത്? എന്തൊക്കെയോ ഉണ്ട്. അത് ഉറുമ്പ. ഓ, ഇവിടെ ആന വരാതിരിക്കാനായിട്ടുള്ള ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി.
ഉണ്ടായിരുന്നൊരു കടുവനെ പിടിച്ചോണ്ട് പോയി. സിംഗം ഉണ്ട് ഇവിടെ. ഇത് കേരള സിംഹമാണ്. ഇതാണ് ഇവിടെ ഒരു സിംഹമേ ഉള്ളു ഇവിടെ. ഇതിനോട് ചേർന്ന് ചെറിയ അരുവി പോലെ കേട്ടോ. ആണല്ലേ, നല്ല തണുപ്പായിരിക്കും അല്ലേ? ആണോ? മഴയാലോ എന്തി അതുണ്ടോ അവിടേക്ക് തെന്നി കിടക്കുന്നത്. ചാണകം ഇങ്ങനെ ഒരു പശുവാന്ന് തോന്നുന്നു. നല്ല മണലാണല്ലോ ഇവിടെ. ചെമ്മരിയാടാ അവിടെ നിൽക്കുന്ന വെള്ളം പശുവിനെ കണ്ടിട്ട് ചെമ്മരിയാടാണ്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അവിടെ മറ്റു വീട്ടിൽ വേടാ. കേട്ടോ അടിപൊളി. ഏച്ചു വായിന്നുണ്ടോ ഏച്ചൂട്ടി? വെട്ടെല്ലാം പോയി. ഇവിടെ ഇരുത്തിട്ട് പോവാൻ അൽ മോഡൽ അല്ലുവിന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് എല്ലാ രസമുണ്ടോ? അത് പക്ഷെ കുഞ്ചിന്റെ ഫോണിൽ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉണ്ട് ഉണ്ട്. ഞാൻ ഇത്ര അടുത്തായിട്ട് പോ നമുക്ക് സന്ധ്യ ആയില്ലേ. അല്ലുവിന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അൽ മോഡൽ പത്മാവതിയുടെ ഫോട്ടോഷൂട്ടാണ്. ഇപ്പൊ വെല്ലുമഞ്ചിക്കൂടെ നടക്കാൻ പറ്റുമായിരുന്നുണ്ടല്ലോ. ഞാൻ പൊളിച്ചേനെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നല്ലേ. അതെ ആ സാരമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പത്തേക്ക് എണീറ്റ് നിൽക്കാറാവും കേട്ടോ. അതെ അതെ അച്ഛക്ക് പിടിക്കാൻ മേലാഞ്ഞിട്ട് ആവി പൊക്കിക്കൊണ്ട് ഓ നമ്മളെ പളനിക്ക് പോയില്ലേ? ഞാൻ എവിടെ പോയാലും അത് കൊണ്ടുപോകണം. അല്ല അവള് പളനിക്ക് പോയപ്പോ പിന്നെ ഓർമ്മയാടി കൊച്ച്. പാത്രം എല്ലാം ഉണ്ട്. പിച്ചാത്തി തുടയ്ക്കുന്ന സെറ്റപ്പ്. ഞാൻ പിള്ളേർക്ക് യാത്ര പോകുന്ന പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഇത്ര സാധനം കേറണമെങ്കിൽ ചിലവര് കണ്ണൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി എത്തിച്ചു എന്റെ തല പ്രവർത്തിച്ചു. അതെ അതെ തല പ്രവർത്തിക്കുമെന്നാ കേട്ടോ. അത് ഞങ്ങളത് കാലത്ത് ആ പ്ലേറ്റ് വെക്കാം. പ്ലേറ്റ് ഒരു തൊപ്പിക്കാണേ. ആ ഒക്കെ അറിയാം. ഉണ്ടോ? നല്ലതാണോ? നല്ലതാണോ ആമി? ഇത് ഇങ്ങനെ മധുരം കുറവാണോ അവിടെ? ഓ മധുരം കുറവാന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പോകണല്ലേ?
वक्रतुण्डं च एकदन्तं द्वितीयकम् तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं चतुर्थकम् लम्बोदरं पञ्चमं च षष्ठं विकटमेव च सप्तमं विघ्नराजं च ध्रुवर्णं ददाष्टमम् फालचन्द्रामिनि नामिनि त्रिसन्ध्यय पडे नर न च विघ्नभयं तस्य सर्वसिद्धिकरं परम् विद्यार्थी लभते विद्यां धनार्थी लभते धनम् पुत्रार्थी लभते पुत्रान् मोक्षार्थी लभते गतिम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोऽस्तुते महालक्ष्मी नमस्तुभ्यं नमस्तुभ्यं सुरेश्वरी हरिप्रिये नमस्तुभ्यं नमस्तुभ्यं दयानिधे नमस्तेऽस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते सिद्धिबुद्धिप्रदे देवी भक्तिमुक्तिप्रदायिनी मन्त्रमूर्ते महादेवी महालक्ष्मी नमोऽस्तुते स्थूलसूक्ष्ममहारौद्रे महाशक्ति महोदरे महापापहरे देवी महालक्ष्मी नमोऽस्तुते शान्तं पद्मासनस्थं शशिधरमकुटं पञ्चवक्त्रं त्रिनेत्रं शूलं वज्रं च गण्डकं परमशुभयगं दक्षभागे वहन्तम् नागं पाशं च गण्डां प्रलय उदवहं सङ्काशं वामभागे नानालङ्कारदीप्तं स्फटिकमणिदीपं पार्वतीशं नमामि राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राघवा मनोहरा मुकुन्द राम पाहि मां रावणान्तका मुकुन्द राम राम पाहि मां भक्तिमुक्तिदायका पुरन्दरादिसेविता भाग्यवारिदे जया मुकुन्द राम पाहि मां दीनदगणिकिनि अनुग्रहिके सादरं मानवाशिखामणे मुकुन्द राम पाहि मां निञ्चरितमोदुवान्निनविनोर्मतोननं पञ्चसाय गोपमां मुकुन्द राम पाहि मां कोण्डुयानिदा രാമമന്ത്രമോദിടും നിരാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം കാൽത്തളീരടിയിട കനിഞ്ഞു കൂപ്പുമെന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്കമാം പാരിടേ ദരിദ്ര ദുഃഖമേകിടാതെനിക്കു നീ ഭൂരിമോദമേഘണം മുകുന്ദ രാമ പാഹി മാം ശ്രീകരം ഭവിക്കണമെനിക്കു ശ്രീപദേ വിഭോ ശ്രീനിധേ ദയാനിധേ മുകുന്ദ
കീർത്തി പൂർത്തിയായി വന്നിടാൻ അനുഗ്രഹിക്കെ രാമ രാമ പാഹി മാം. വിത്തവാനുമാകണം വിശേഷ ബുദ്ധി തോന്നണം വിശ്വനായക വിഭോ മുകുന്ദ രാമ പാഹി മാം. സന്ധ്യനാമ സംഗ്രഹം കലിവിനാശനം പരം സന്ധ്യ നേരമിങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം രചിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. എന്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലികനെ അതു കേട്ടു കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ ഇന്നും നീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. തന്നിടണി ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മണ്ണിൽ വന്ന കൈലാസേശ നിന്നിരാട്ട്. തന്നിടണി ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മണ്ണിൽ വന്ന കൈലാസേശ നിന്നിരാട്ട്. നിന്നടയിൽ വരുവോർക്കെല്ലാം ഇന്നും ചോറൂട്ട് നിന്നടയിൽ വരുവോർക്കെല്ലാം ഇന്നും ചോറൂട്ട്. എന്തിനാണ് മുന്നിൽ നിൻ കണ്ണിട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. എന്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിഹനെ അതു കേട്ടു കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ ഇന്നും നീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. കാടകത്തിൽ നായ്ക്കളല്ലോ നിനക്ക് കൂട്ട് നീ ഉടുത്തു കെട്ടുകയല്ലേ ചുവന്ന പട്ട്. കാടകത്തിൽ നായ്ക്കളല്ലോ നിനക്ക് കൂട്ട് നീ ഉടുത്തു കെട്ടുകയല്ലേ ചുവന്ന പട്ട്. അച്ഛനമ്മ കേണപ്പോഴും നിനക്കൊരേ മട്ട് അച്ഛനമ്മ കേണപ്പോഴും നിനക്കൊരേ മട്ട്. എന്തിനാണ് മുന്നിൽ കണ്ണുകിട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. നടിച്ചു കിങ്കരന്മാർ വന്നതിക്രമിച്ചവരെന്നെ പിടിച്ചാശു കയറിട്ടു വലിക്കും നേരം പുരത്രയം കനൽ കണ്ണീരിച്ചവൻ തടുക്കേണം കടൽക്കു കൈവാണങ്ങും വടക്കും നാദാ മടിക്കൊള്ളി ജഗന്നാഥ നിനക്കല്ലേ പരിഭവ മിളപ്പമില്ലേനിക്കേതും കരുത്തിലായിൽ തിരുപ്പാദം വിളങ്ങി ഞാനിരിക്കി വന്നവർ ചെയ്യും അതിക്രമം തടുക്കേണം വടക്കും നാദാ ശിരസിലം വീഴി തെല്ലും തിരുനെറ്റി കനൽ കണ്ണും
വടക്കും നാഥനെ കണ്ടു മരിക്കണമെനിക്കിപ്പോൾ ഒടുക്കം നിൻ തിരുനാമം ജപിക്ക വേണം ജഗത്തൊക്കെ നിറഞ്ഞുള്ള പരബ്രഹ്മസ്വരൂപത്തെ സ്മരിക്കണം മരിക്കുമ്പോൾ വടക്കും നാഥാ യമൻ തന്റെ പൂരത്തിലേക്കയക്കല്ലേ നീ ശിവൻ തന്റെ പൂരത്തിലിരിക്ക വേണം ഗുണപൂര നാമുക്കെന്നു വരിഞ്ഞും കാവൽ പാതിയെ സമസ്തവും വടങ്ങും നീൻ വടക്കും നാഥാ ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്ക നീ തിങ്കൽക്കലാഞ്ചലം കോടിയ ബന്ധനം ഗംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ അംഗജന്മാവിനെ ചുട്ടോളു നേത്രവും അർക്കചന്ദ്രന്മാരിപ്പിടമാക്കിയ തൃക്കണ്ണുരണ്ടും തിരുനാസികാഭയം സ്വർണ്ണപ്രഭാഭോഗി കുണ്ടലാലങ്കൃതം കർണദ്വയം ചാരുദണ്ഡ ഭാഗങ്ങളും ബിംബാദ്രഷ്ടവും ദന്തരത്നങ്ങളും ബിംബാകലീലാവലോകസ്മിതങ്ങളും ആനനാംബോഷവും കാളകൂടാഭയും മാനനിയോജലം കണ്ട പ്രദേശവും വട്ടസ്ഥലോചല സർപ്പഹാരം ലോകരക്ഷാപരങ്ങളാം നാളുത്രിക്രകളും മാനും വഴുവും വനതാഭയങ്ങളും ധ്യാനിക്കലാനന്ദമേകും സ്നാതനം ആലലക്കത്തോടര പ്രദേശവും ശാലവേരോ മാലികാലിക ഭംഗിയും ഭംഗ്യാപുലിത്തോളുടുത്തോരു ശോഭയും തുങ്കം കെടീതടം ഭോഗിക ജീവിതം ഊർദ്വയും ചാരുചാരിയുഗങ്ങളും ചേരും ഗണം കാലടിത്താൽ വിലാസവും ശ്രീപാദ്യഗ്നി വിളങ്ങും നഖങ്ങളും ലോപം വരാതെ മനസ്സിലോർത്തിയിടണം കേശാദിപാദവും പാദാദികേശവും ഈശാൻ രൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനന്തർപ്പണം നാമസങ്കീർത്തനം തച്ചരണാബുദ്ധിവന്ദനമർപ്പണം ഭക്തിയ ശിവോഹം ശിവോഹം എന്നിങ്ങനെ ഭക്തിപൂർവ്വം സ്തുതി ചെയ്യുന്നവൻ ശിവൻ സായുജ്യമെങ്കിലും സാന്നിധ്യമെങ്കിലും ശ്രീഭൂതനാഥന്റെ സാമീപ്യമെങ്കിലും മർത്തി നിരൂപിച്ചു പൂജ ചെയ്തിടുകയിൽ ആയിടാൻ നിരൂപിച്ചിടൂ മറികനി പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം സർവകാല മഹാദേവന്റെ സന്നിധവും ദണ്ഡിവദനം താരകാരാദിയും അന്തികേമേവുന്ന ദേവവൃന്ദങ്ങളും ഭൂതാഗണങ്ങളും പോറ്റിലും കൂറ്റിലും ചേതസി വന്ന് വിളങ്ങണം എപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണം ഈശ്വര സന്താപമൊക്കെ ഒഴിക്കണം ഈശ്വര ബന്ധുക്കളുണ്ടായി വരണമെന്ന് ഈശ്വര ബന്ധമോക്ഷം വരുത്തേണമെന്ന് ഈശ്വര വ്യർത്ഥ ദുഷ്യന്ത ശമിക്കണം ഈശ്വര കീർത്തി കല്യാണം വരണമെന്ന് ഈശ്വര പൂർത്തികളൊക്കെ വരുത്തേണം ഈശ്വര ഇത്ത നിജാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്യവാസസിനെ സേവ ചെയ്താൽ ശുഭം. ആമിക്കല്ല അച്ചിക്ക് ഇനിയുണ്ട് ഇനിയുണ്ട് അമ്മയ്ക്ക് ഉണ്ട് പക്ഷെ അമ്മയ്ക്കുണ്ട് എന്റെ അമ്മ ഉമ്മ എടുക്കും ഉമ്മ ഐ ലവ് യു ആണ് ഇത് രണ്ടുപേർക്ക് ഒരേപോലെ എടുത്താ ഒരേപോലത്തെ രണ്ടെണ്ണം ഒരുമിച്ചേക്ക് ഉള്ളതുകൊണ്ട് നീ മൈൻഡോ നീ അമ്മച്ചിട്ടോട് പറ്റിച്ചേന്ന് ഇത് അമ്മച്ചിട്ടോട് പറ്റിച്ചേന്ന് പറഞ്ഞു. ആ ഇച്ചിരി പേടിയുള്ളത് അമ്മച്ചിട്ടേനും ഉള്ളായിരുന്നു കേട്ടോ അല്ലേ? അമ്മൂനെ വെച്ചാണ് പേടിപ്പിച്ചോണ്ടിരുന്നത്. അമ്മൂനെ ഇഷ്ടമാണ് അമ്മ ഒന്ന് പേടിപ്പിക്കുമ്പോ. കണ്ടോ ഈ അമ്മ പേടിയാണോ?
എന്നോട് ഇവിടെ പറഞ്ഞു അവക്ക് ചേർന്നില്ല. ഞാൻ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു ലാർജ് അല്ലെങ്കിൽ എമ്മ പറ്റില്ല എന്നായിരുന്നു എന്റെ മനസ്സിൽ. അല്ല എമ്മ ആയിരുന്നു എടുക്കുന്നേ. ഒന്ന് അടിച്ചാ മതി. പക്ഷെ സംഭവമാണെങ്കിൽ എനിക്കറിയില്ല. അല്ല ഇത് ചെയ്യാം, shape ചെയ്യാനല്ലോ. ഷേപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. നിന്നോട് പറയാൻ എനിക്കും പറ. കണ്ണൂരിൽ ആന്റിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മള് വീഡിയോ കാണിക്കാൻ മറന്നു പോയായിരുന്നു. കാരണം അവള് ആവശ്യം കൊടുത്ത ഇല്ല, അത് മറന്നുപോയി, വിട്ടുപോയി. അപ്പൂസ് വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. ആന്റിക്കും അമ്മ ഉണ്ടായിരുന്നല്ലോ. ആ കളർ ഉണ്ടായിരുന്നു. വിഷയമ്മയ്ക്ക് എടുത്ത ഇത് ചിറ്റപ്പന്. ഇത് അല്ലുവിന്റെ ഇന്ന് കടയിൽ നിന്ന് എടുത്തിട്ട് വന്ന രണ്ടുപേർക്ക് സെയിം ചെവിക്ക് പ്രശ്നമുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ വെല്ലുമച്ചിക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് അവിടെ ചിറ്റാമ്മയ്ക്കുണ്ട്. അവിടെ ചിറ്റാമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് ഇവിടെ ഉണ്ട് കേട്ടോ. നൈറ്റ് നല്ല രസമുണ്ട്. നല്ലല്ലേ? എലുമിച്ചിക്ക് അളവല്ലേ? സെയിം സാധനം രണ്ടുപേർക്ക് മേടിച്ചിട്ടുണ്ട്. നാളെ രണ്ടുപേരെ ഇടിയിപ്പിച്ചിട്ട് നമുക്ക് നാളത്തെ വീഡിയോക്കകത്ത് ആമിച്ചേനെ ചോദിക്കാൻ കേട്ടോ, ആരാണ് ചിറ്റാമൻ ചോദിക്കാൻ കേട്ടോ. ഇപ്പൊ ഡ്രസ് വെച്ചിട്ടാണ് അവള് കണ്ടുപിടിക്കുന്നത്. അടിക്കേണ്ട വരുന്നല്ലേ?